HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കിന്ന് ICDSന്റെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്ന പോർഷനിലെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര പഠന രീതികളും ഉപകരണങ്ങളും തന്ത്രങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷൻ പഠിക്കാനുണ്ട്. ആ ഒരു ഏരിയയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്തൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത് എന്നാണ് നമ്മളവിടെ നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം, വിദ്യാഭ്യാസ മനഃശാസ്ത്ര പഠന രീതികൾ, നമ്മൾ പഠന രീതികൾ, ഉപകരണങ്ങൾ, തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു കുട്ടികളെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് പഠന രീതികളും ഉപകരണങ്ങളും തന്ത്രങ്ങളൊക്കെ ഉണ്ട്, ഓരോ വ്യക്തികളെ മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ്. നോക്കിക്കോളാം, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹ്യ ബന്ധം എത്രത്തോളം ദൃഢമാണെന്ന് കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന തന്ത്രം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? സോഷ്യോമെട്രി, അല്ലെ? സോഷ്യോമെട്രിയാണ്. അപ്പൊ ഇത് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചു വെക്കണം. ഇവിടെ നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പഠന രീതികൾ, ഉപകരണങ്ങൾ, തന്ത്രങ്ങൾ, അന്ന് 3 സെക്ഷൻ ആയിട്ട് നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കണം. പഠനരീതി, ഉപകരണങ്ങൾ, തന്ത്രങ്ങൾ. ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ പഠന രീതിയിൽ ഏതൊക്കെയാണ് വരുന്നത്? ആത്മനിഷ്ഠാരീതി, അതായത് സ്വയം നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക, അതാണ് ആത്മനിഷ്ഠാരീതി എന്ന് പറഞ്ഞത്. ഇനി നിരീക്ഷണ രീതി, അതായത് വെളിയിലേക്ക് നോക്കുക, അതായത് മറ്റുള്ളവരെ നിരീക്ഷിക്കുക. ഇനി പരീക്ഷണ രീതി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സർവേ രീതിയും ചികിത്സാ രീതി. ഇനി ഉപകരണങ്ങളിലാണ് വരുന്നത് ശോധകം, ടെസ്റ്റ്, സഞ്ചിതരേഖ, ഉപാഖ്യാനരേഖ, റേറ്റിംഗ് സ്കെയിൽ, ചെക്ക് ലിസ്റ്റ്, മനഃശാസ്ത്ര ശോധകം. ഇനി അതുപോലെ തന്നെ തന്ത്രങ്ങളിലാണ് വരുന്നത്. ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? സമൂഹമിതി, അതായത് സോഷ്യോമെട്രി എന്ന് പറയും. അഭിമുഖം, പ്രക്ഷേപണ തന്ത്രം, ഇങ്ങനെ തുടങ്ങിയവയൊക്കെയാണ് ഏതിൽ വരുന്നത്? തന്ത്രങ്ങളിൽ വരുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അറിഞ്ഞു വെക്കുക: പഠന രീതികൾ, ഉപകരണങ്ങൾ, തന്ത്രങ്ങൾ. അപ്പൊ ഇത് ഏതിലാണ് വരുന്നത്? തന്ത്രങ്ങളിലാണ് വരുന്നത്, അല്ലെ? സോഷ്യോമെട്രി, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേരിൽ കൂടി ഇതിനെ അറിയപ്പെടും. ഏതാണ്? സമൂഹമിതി എന്ന് പറയും. സമൂഹമിതി എന്നറിയപ്പെടും. എന്താണ് സോഷ്യോമെട്രി, എന്താണ് സമൂഹമിതി എന്ന് പറഞ്ഞാൽ? അതായത് നമുക്കറിയാം, ഇത് ആരാണ് കണ്ടെത്തിയെന്ന് ആദ്യം തന്നെ പഠിക്കണം. JL മൊറീനോയാണ് സോഷ്യോമെട്രി കണ്ടെത്തിയത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹ്യ ബന്ധം എത്രത്തോളം ദൃഢമാണെന്ന് കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ചില കുട്ടികളൊക്കെ ഉണ്ടാകും ആരുമായിട്ട് കൂട്ടുകൂടാതെ ഒറ്റയ്ക്കിരിക്കുന്നവര്, അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരെയും ഭയങ്കര സ്റ്റാർ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ 2 കുട്ടികളൊക്കെ ആയിട്ട് 2 പേരായിട്ട് ഭയങ്കര കൂട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു സാമൂഹ്യ ബന്ധം, ഓരോ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തികൾ എന്ന നിലയിൽ സാമൂഹ്യ ബന്ധം എത്രത്തോളമാണ് കാത്തു സൂക്ഷിക്കുന്നത് എന്നതിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, കണ്ടതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തന്ത്രമാണ് സോഷ്യോമെട്രി, സമൂഹമിതി എന്ന് പറഞ്ഞാൽ. അത് JL മൊറീനോയാണ് കണ്ടെത്തിയത്. അപ്പൊ ഇങ്ങനെ ബേസ് ചെയ്തിട്ടാണ് സോഷ്യോഗ്രാം ഉണ്ടാക്കുന്നത്. ഓർത്ത് വയ്ക്കുക, സോഷ്യോഗ്രാം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് സോഷ്യോഗ്രാം ഉണ്ടാക്കുന്നത്. അപ്പൊ സോഷ്യോഗ്രാമില് പല രീതി ഓരോ കുട്ടികളെ ഇങ്ങനെ തിരിക്കുന്നുണ്ട്. അതായത് ഗ്യാങ്, ക്ലിക്ക്, സ്റ്റാർ, ഐസൊലേറ്റ്സ്, ദ്വന്ദ്ങ്ങൾ എന്ന രീതിയിൽ അവിടെ തിരിക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കോളാം, ഗ്യാങ്, സ്റ്റാർ, ഐസൊലേറ്റ്, ദ്വന്ദ്ങ്ങൾ. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? സ്റ്റാർ ആണ്, അല്ലെ? സ്റ്റാർ എന്താണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ? അതിന് ഫോർ എക്സാമ്പിൾ ആണ്
അതായത് ഒരു ക്ലാസ്സിലെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ ഒരു കൂട്ടം കുട്ടികളോട് പറയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടികളുടെ പേര്, ഒരാളുടെ പേര് എഴുതാൻ പറയുകയാണ്, കുട്ടികളുടെ പേര് എഴുതാൻ പറയുകയാണെങ്കിൽ ചില കുട്ടികൾ എന്താണ് ഒരാളെ സെലക്ട് ചെയ്യും. അതായത് ആ ഒരാളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. മഞ്ജു എന്ന് പറയുന്ന കുട്ടി, എക്സാമ്പിൾ ആയിക്കോട്ടെ മഞ്ജു എന്ന് പറയുന്ന കുട്ടി, ആ മഞ്ജു എന്ന് പറയുന്ന കുട്ടിയെ എന്തായിരിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ദ്വന്ദ്ങ്ങൾ. ദ്വന്ദ്ങ്ങൾ എന്ന് പറയും. ദ്വന്ദ്ങ്ങൾ എന്താണ് ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരിക്കും. അഞ്ജുവും മഞ്ജുവിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമായിരിക്കും. രണ്ടുപേരും കൂട്ടുകൂടാനൊക്കെ ആയിട്ട് ഇഷ്ടമുള്ളവരായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഏകാകികൾ. ഏകാഗി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഐസൊലേറ്റ്സ് എന്ന് പറയും. അതായത് ആരുമായിട്ടും കൂട്ടുകൂടാതെ ആരും സെലക്ട് ചെയ്യാത്ത ഒരാളുണ്ടാവും, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏകാകികൾ എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്ലിക്ക്. എന്താണ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ, അതായത് 3 പേര്, 2-3 പേര്, 3-4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യും. അതായത് മഞ്ജുവിനെ രഞ്ജുവിനെ ഇഷ്ടമാണ്, രഞ്ജുവിന് കുഞ്ചുവിന് മഞ്ജുവിനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3-4 പേരെ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലിക്ക് എന്ന് പറഞ്ഞ. ഇനി ഗ്യാങ്ങുകളുണ്ട്. ഗ്യാങ് കുറച്ചധികം പേരുകൾ അല്ലെ, അതായത് 4-5-6 പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്യാങ്ങുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് സോഷ്യോമെട്രി ഓർ സോഷ്യോഗ്രാം ഉപയോഗിക്കുന്നത്? അതായത് ഒരു കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹ്യ ബന്ധം എത്രത്തോളം ദൃഢമാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇതിലെ ആത്മനിഷ്ഠാ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വന്തം നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക എന്നുള്ളതാണ് ആത്മനിഷ്ഠാ രീതി. ഇനി നിരീക്ഷണ രീതി, പുറത്തുള്ളവരെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. പ്രക്ഷേപണ തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ചില കുട്ടികൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയില്ല അല്ലെ, അപ്പോ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് തന്ത്രങ്ങളാണ് പ്രക്ഷേപണ രീതി, പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. അംഗീകൃത ശൈലിക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുവാനോ അപസമായോജിതരായ വ്യക്തിയുടെ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏത് എന്നാണ് ചോദിക്കുന്നത്. പരീക്ഷണ രീതി, സർവേ രീതി, നിരീക്ഷണ രീതി, ചികിത്സാ രീതി. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക? ചികിത്സാ രീതിയാണ് അല്ലെ, ചികിത്സാ രീതി. അതായത് ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയും. ക്ലിനിക്കൽ മെത്തേഡ് ഓർ നമ്മൾ വേറൊരു പേര് കൂടി പറയും, കേസ് സ്റ്റഡി എന്ന് പറയും. കേസ് സ്റ്റഡി. ഇനി ഇത് കണ്ടെത്തിയത് ആരാണെന്ന് പഠിക്കണം. ആരാണ്? ലൈറ്റ്നർ വിറ്റ്മർ ആണ് കണ്ടെത്തിയത്. ലൈറ്റ്നർ വിറ്റ്മർ. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു കുട്ടി ഉണ്ടാവും, വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളാണ്, അപസമായോജനായിട്ടുള്ള കുട്ടികളായിരിക്കും, എല്ലാവരോടും കൂട്ടുകൂടാൻ താല്പര്യമുള്ള കുട്ടിയായിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും. ആ കുട്ടിയുടെ ബിഹേവിയർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് ഈ ക്ലിനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി, ചികിത്സാ രീതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ഇനി ആ കുട്ടി എന്താണ്, ഒരു കേസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് ആരാണ് കണ്ടെത്തിയത്? ലൈറ്റ്നർ വിറ്റ്മർ ആണ് കണ്ടെത്തിയത് എന്ന് ഓർക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. താൻ നിരീക്ഷിക്കുന്ന കുട്ടിയുടെ സജീവ പെരുമാറ്റത്തെ കുറിച്ച് അധ്യാപിക നിരന്തരം രേഖപ്പെടുത്തുന്ന കുറിപ്പുകളാണ് ഏതാണ്? ഉപാഖ്യാന രേഖ, ആത്മകഥ, അഭിമുഖം, കേസ് സ്റ്റഡി. ഏതായിരിക്കും അതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്? ഉപാഖ്യാന രേഖയാണ് അല്ലെ, ഉപാഖ്യാന രേഖ. സജീവ പെരുമാറ്റത്തെ കുറിച്ച് അധ്യാപിക നിരന്തരം രേഖപ്പെടുത്തുന്ന കുറിപ്പാണ് ഏത്? ഉപാഖ്യാന രേഖ. അപ്പൊ നമുക്കറിയാം ഉപാഖ്യാന രേഖയുണ്ട്, സഞ്ചിത രേഖയുണ്ട്. എന്താണ് അത്? രണ്ടും അങ്ങോട്ട് മാറിപ്പോവാൻ ചാൻസ് ഉള്ളതാണ്. ഈ ഉപാഖ്യാന രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി, ക്ലാസ്സിലെ കുട്ടി ആയിക്കോട്ടെ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആ കുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് രേഖപ്പെടുത്തി വെക്കുന്നതാണ്. ആ കുട്ടിയുടെ പെരുമാറ്റത്തെ കുറിച്ച് രേഖപ്പെടുത്തി അധ്യാപിക നിരന്തരം രേഖപ്പെടുത്തി വെക്കുന്ന കുറിപ്പാണ് ഏത്? ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു കുട്ടി എപ്പോഴും കളികളിൽ വിമുഖത കാണിക്കുന്നു. ഈ കുട്ടിയെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര പഠന രീതി ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? വ്യക്തിപഠനം, അഭിമുഖം, സർവേ, നിരീക്ഷണം. ഏതായിരിക്കാം? വ്യക്തിപഠനം അല്ലെ. അപ്പൊ ആ ഒരു കുട്ടി അല്ലെ, ഒരു കുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടിയെ പറ്റി അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്താണ് പ്രശ്നം? കളികളിൽ വിമുഖത കാണിക്കുന്നു, എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ പഠിക്കാൻ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രോബ്ലം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്
ഏത് വ്യക്തി പഠനം ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളാം, നമ്മൾ ICDSന്റെ എക്സാം എടുത്തിരിക്കുകയാണ് അല്ലെ, ഫെബ്രുവരി ആണ്. നമുക്ക് മാക്സിമം ഒരു 50 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ എന്താണ്, നമുക്ക് ഒരു പ്ലാനിങ്ങോടുകൂടി പഠിക്കേണ്ട സമയമായി. അപ്പോൾ ഇതിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു 50 ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പരീക്ഷയ്ക്കല്ല, നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ICDS ഈ പ്രീവിയസ് ഇയറിൽ, അതായത് പ്രീവിയസ് എക്സാമിന് അത്യാവശ്യം നല്ല രീതിയിലെ ക്വസ്റ്റ്യൻസുകളായിരുന്നു, നല്ല ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരുന്നു. നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാം, നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു 50 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു 50 ഡേയ്സ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാലാണ് നമുക്ക് ഇനി വരുന്ന ആ ഒരു ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഓർത്ത് വയ്ക്കുക, നമുക്ക് സമയമില്ല എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇതും കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കണം. കഴിഞ്ഞ തവണത്തെ ആ ഒരു നല്ല രീതിയിൽ ICDSന് അപ്പോയിന്റ്മെന്റ് പോയിരിക്കുന്നതാണ്. ഇതും ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. നമുക്ക് നല്ല രീതിയിലുള്ള ഒഴിവുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ സമയം കളയാതെ പഠിക്കുക. അപ്പൊ നമുക്ക് കോഴ്സ് ഉണ്ട്, 50 ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, PDF നോട്ട്സ് ഉണ്ടാകും, അതുപോലെ തന്നെ വീക്കിലി വരുന്ന മോഡൽ എക്സാംസ് ഉണ്ടാവും, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാകും. ആ മെന്ററിന്റെ സപ്പോർട്ടോടുകൂടിയാണ് പഠിക്കുന്നത്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാകും. ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ പഠിച്ചു പോകുന്നത്. ഓരോ വീക്കിലും വരുന്ന 3-4 ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മുടെ ആ ഒരു ക്രാഷ് കോഴ്സ് നമുക്ക് മോഡൽ എക്സാം, ഒരു 100 മാർക്കിന്റെ മോഡൽ എക്സാംസുകളുടെ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് എക്സാം പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ച് തുടങ്ങിയാലാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പഠിച്ച് നേടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഒട്ടും മടി വേണ്ട, ജോയിൻ ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അതാണ് 8589083568. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോളാം, താഴെ പറയുന്നവയിൽ ആത്മനിഷ്ഠ രീതിയുടെ വക്താവ് ആര് എന്നാണ് ചോദിക്കുന്നത്. ആരാണ് ആത്മനിഷ്ഠ രീതി? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയും. ആരാണ്? വില്യം വൂണ്ടാണ് ആത്മനിഷ്ഠ രീതിയുടെ ഇതിനകത്ത് വക്താവായിട്ട് വരുന്നത്. വില്യം വൂണ്ടുണ്ട്, അതുപോലെ തന്നെ ടിച്ച്നർ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റും ആത്മനിഷ്ഠ രീതിയുടെ വക്താവായിട്ട് വരുന്നുണ്ട്. എന്താണ് ആത്മനിഷ്ഠ രീതി എന്ന് പറഞ്ഞാൽ? സ്വന്തം അല്ലെ, നമ്മളെ തന്നെ ഇൻട്രോസ്പെക്ഷൻ, നമ്മളെ തന്നെ ഉള്ളിലേക്ക് നോക്കുക എന്നാണ് പറയുന്നത്. ഉള്ളിലേക്ക് നോക്കുക, നമ്മളെ തന്നെ നിരീക്ഷിക്കുക. നമ്മുടെ വികാരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിയുക. നമ്മളെ തന്നെ ഒന്ന് എന്താണ് നോക്കി വിലയിരുത്തുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്നവരിൽ ഒരു നിരീക്ഷണ ഉപാധി ഏത് എന്നാണ് ചോദിക്കുന്നത്. ക്യാമറ, പേന, പെൻസിൽ, കഥാബുക്ക്. ഏതാണ്? ക്യാമറയാണ് അല്ലെ. ക്യാമറയാണ് നിരീക്ഷണ ഉപാധി. അപ്പൊ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിയിലേക്ക് നോക്കുക. ആത്മനിഷ്ഠ രീതി ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നിരീക്ഷണം എന്താണ്? വെളിയിലേക്ക് നോക്കുകയാണ്. വെളിയിലേക്ക് നോക്കുക, അതായത് പുറത്തുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എന്ത് ചെയ്യുക? നിരീക്ഷിക്കുക. ഈ നിരീക്ഷണം തന്നെ പ്രത്യക്ഷ നിരീക്ഷണം, പരോക്ഷ നിരീക്ഷണം ഒക്കെ ഉണ്ട്. പ്രത്യക്ഷം, പരോക്ഷം. പ്രത്യക്ഷ നിരീക്ഷണമുണ്ട്, പരോക്ഷ നിരീക്ഷണമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം, നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നിരീക്ഷിക്കാം. അതുപോലെ തന്നെ എന്താണ്, ആ വ്യക്തി അറിയാതെ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നിരീക്ഷണം എന്ന് പറയുമ്പോൾ വെറുതെ നോക്കുകയല്ല, നമുക്ക് ആധുനിക രീതി ഉപയോഗിച്ചിട്ട് ക്യാമറ, ടേപ്പ് റെക്കോർഡർ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഓരോ വ്യക്തികളെയും എന്ത് ചെയ്യാൻ സാധിക്കും? നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പരീക്ഷണ രീതിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദിക്കുന്നത്. ആരാണ് പരീക്ഷണ രീതിയുടെ പിതാവ്? വില്യം വൂണ്ടാണ് പരീക്ഷണ രീതിയുടെ പിതാവ്. അപ്പോ നമുക്കറിയാം, മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? വില്യം വൂണ്ടാണ്. അതുപോലെ തന്നെ പരീക്ഷണ രീതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? വില്യം വൂണ്ട് തന്നെയാണ്. ആത്മനിഷ്ഠ രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ രീതിയാണ് അല്ലെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ് പരീക്ഷണ രീതി. അതിനായിട്ട് അദ്ദേഹം 1879 ജർമ്മനിയിലെ ലിപ്സിംഗിൽ ഒരു സർവകലാശാല, ജർമ്മനിയിലെ ലിപ്സിംഗ് സർവകലാശാലയിൽ എന്ത് ചെയ്തു? ഒരു പരീക്ഷണ മനഃശാസ്ത്രശാല ആരംഭിച്ചു.
അങ്ങനെയാണ് എന്ത് പരീക്ഷണ രീതി അദ്ദേഹം തുടക്കം കുറിച്ചത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 1879 ജർമ്മനിയിലെ ലിപ്സിംഗ് സർവകലാശാലയിൽ പരീക്ഷണ മനഃശാസ്ത്രശാല ആരംഭിച്ചു. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം എന്താണ് പരീക്ഷണ രീതിക്ക് തുടക്കം കുറിച്ചത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം. ആരാണ്? വില്യം വൂണ്ടാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങളുടെ രേഖയാണ്. ഏതാണ് സൂക്ഷ്മമായിട്ട് തുടർച്ചയായ അല്ലെങ്കിൽ ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങളുടെ രേഖ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഇവിടെ വരുന്നത്? സഞ്ചിത രേഖയാണ് അല്ലെ, ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്. ഇവിടെ എന്താണ് സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപാഖ്യാന രേഖയുണ്ട്, സഞ്ചിത രേഖയുണ്ട്, ചെക്ക് ലിസ്റ്റ് ഉണ്ട്, റേറ്റിംഗ് സ്കെയിൽ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് സഞ്ചിത രേഖ? അതായത് ഒരു കുട്ടിയുടെ സമഗ്രമായ രേഖ, സമഗ്രമായ രേഖയാണ്. അപ്പൊ അവിടെ എന്ത് വരും? കുട്ടിയുടെ വിദ്യാഭ്യാസ കാലം മുതലുള്ള അല്ലെങ്കിൽ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടും. അതായത് ആ കുട്ടിക്ക് കായികപരമായിട്ടുള്ള എന്തൊക്കെ കഴിവുണ്ട്, കായികം അക്കാഡമിക് ആയിട്ടുള്ള എന്തൊക്കെ കഴിവുണ്ട്, കലാപരമായിട്ട് എന്തൊക്കെ കഴിവുണ്ട്, കലാപരം. അതുപോലെ തന്നെ കുട്ടിയുടെ ആ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് ആ കുട്ടി, സോഷ്യൽ ആണോ സൊസൈറ്റി അല്ലെ, സൊസൈറ്റിയിൽ എങ്ങനെയാണ് മിങ്കിൾ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ കുട്ടിയുടെ ഫാമിലി എന്തൊക്കെയാണ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഫാമിലി, ഇതെല്ലാം അല്ലെ ആദ്യകാലം മുതലുള്ള തുടർച്ചയും സൂക്ഷ്മവുമായിട്ടുള്ള രേഖയാണ് ഏത്? സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം. അപ്പൊ ഇവിടെ ഈ വേർഡ് ഓർക്കണം, സമഗ്രമായ എന്നുള്ള വേർഡ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. ഇനി ഉപാഖ്യാന രേഖ എന്താണ്? ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു, ഒരു കുട്ടി എങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെരുമാറുന്നു എന്ന് ടീച്ചർ നിരന്തരം രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഉപാഖ്യാന രേഖ. ഇനി എന്താണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ചെക്ക് ലിസ്റ്റ് അതായത് നമുക്കറിയാം എസ് ഓർ നോ. അപ്പൊ കുട്ടിയുടെ അടുത്ത് ചോദിക്കും അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് ചോദിക്കും അതാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ എസ് എങ്കിൽ എസ്, അല്ലെങ്കിൽ നോ എങ്കിൽ എന്താണ്? നോ. ഇങ്ങനെ ഇടും അല്ലെ, ടിക്ക് ഇൻറ്റു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി റേറ്റിംഗ് സ്കെയിൽ എന്താണ്? റേറ്റിംഗ് സ്കെയില് അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻസിൽ എസ് ഓർ നോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ശരിയാണോ തെറ്റാണോ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതിൽ എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം തെറ്റുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതിനായിട്ട് എന്താണ്? ഒരു റേറ്റ് കൊടുക്കും. ഇപ്പൊ അതായത് നമുക്കറിയാം 2.5 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 10 എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഒരു റേറ്റ് കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞത്. ഈ ചെക്ക് ലിസ്റ്റിന്റെ പരിമിതികൾ മറികടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? റേറ്റിംഗ് സ്കെയിൽ കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയി. എന്താണ് സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള അതായത് സമഗ്രമായ രേഖയാണ് ഏത്? സഞ്ചിത രേഖ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കാം? റോഷാക്കിന്റെ മഷിയൊപ്പ് തന്ത്രം, മുറയുടെ തീമാറ്റിക് തന്ത്രം, വാക്യ പൂരണ തന്ത്രം, സെന്റൻസ് കംപ്ലീഷൻ തന്ത്രം, അലക്സാണ്ടർ പാസ് എലോഗൻസ് ടെസ്റ്റ്. ഏതായിരിക്കാം? പ്രക്ഷേപണ തന്ത്രം അല്ലെ. എന്താണ് പ്രക്ഷേപണ തന്ത്രം? അതായത് പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്താണ്? പ്രക്ഷേപണ തന്ത്രം ഓർ പ്രൊജക്റ്റീവ് ടെക്നിക്ക്. ചില കുട്ടികളൊക്കെ ഉണ്ട് അല്ലെ, എല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയില്ല അല്ലെ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയില്ല. അതോടൊപ്പം തന്നെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊജക്റ്റീവ് ടെക്നിക് അല്ലെങ്കിൽ എന്താണ്? പ്രക്ഷേപണ തന്ത്രം എന്ന് പറയുന്നത്. ഇനി ഇത് പഠിക്കാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. പ്രക്ഷേപണ തന്ത്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. അപ്പൊ അത് പഠിക്കാനായിട്ടൊരു എളുപ്പ വഴിയുണ്ട്. കാറ്റ്, വാറ്റ്, ടാറ്റ്, റോഷാക്ക്, ഇംഗ്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പഠിച്ചാൽ മതി. കാറ്റ് അതുപോലെ തന്നെ എന്താണ്? ടാറ്റ്, വാറ്റ്, അതുപോലെ തന്നെ റോഷാക്ക്, ഇംഗ്ബ്ലോട്ട് ടെസ്റ്റ്. ഇത്രയാണ് എന്ത് വരുന്നത്? പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ വരുന്നത്. ഈ കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇനി ടാറ്റ് എന്താണ്? തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇനി വാറ്റ് എന്താണ്? വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. റോഷാക്ക്, ഇംഗ്ബ്ലോട്ട് ടെസ്റ്റ്. ഇത്രയാണ് ഏത്?
ഇവിടെ പ്രക്ഷേപണ തന്ത്രമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഓർത്ത് വെക്കുക, കാറ്റ് വാറ്റ് ടാറ്റ് എന്ന് ഓർത്ത, കാറ്റ് വാറ്റ് ടാറ്റ് റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഇതിന്റെ ഉപജ്ഞാതാക്കൾ ആര് എന്നൊക്കെ പഠിക്കണം. അപ്പൊ തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് പഠിച്ചു അല്ലെ. ടാറ്റിന്റെ ഉപജ്ഞാതാവാണ് മുറേയും മോർഗനും. മുറേ ആൻഡ് മോർഗൻ, ഇവർ രണ്ടുപേരുമാണ് ടാറ്റ് കണ്ടെത്തിയത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഏതാ, റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, അതായത് റോഷാക്ക് മഷിയൊപ്പ് തന്ത്രം. ഇതാരാണ്, ഹെർമൻ റോഷയാണ് കണ്ടെത്തിയത്. ഹെർമൻ റോഷ. ഇനി വാക്യരൂപേണ തന്ത്രം, വാക്യപൂരണ തന്ത്രം. ഇനി ഏതാണ് വാക്യപൂരണ തന്ത്രം, അതായത് സെന്റൻസ് കംപ്ലീഷൻ തന്ത്രം. അതായത് എന്താണ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയും അല്ലെ, വാറ്റ്. ഇത് കണ്ടെത്തിയത് ആരാണ്, CG യൂങ് ആണ് കണ്ടെത്തിയത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഏതാ, ക്യാറ്റ് അല്ലെ, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അതെന്താണ്, ബെല്ലാക്ക് ആണ് കണ്ടെത്തിയത്, ബെല്ലാക്ക്. അപ്പൊ ഇതിൽ പെടാത്തത് ഏതാണ് പെടാത്തത്, അലക്സാണ്ടർ പാസ് എലഗൻസ് ടെസ്റ്റ്. ഇത് എന്താണ്, പ്രക്ഷേപണ തന്ത്രമല്ല. അപ്പൊ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഈസി ആയിട്ട് ആ ഒരു കോഡൊക്കെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രക്ഷേപണ തന്ത്രമൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഓർത്ത് വെക്കുക, കാറ്റ് വാറ്റ് ടാറ്റ് റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇതിൽ വരുന്ന ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ഏരിയ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്തൊക്കെ പഠിക്കണം, പ്രക്ഷേപണ തന്ത്രം പഠിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, സഞ്ചിത രേഖ, ഉപാഖ്യാന രേഖ, ആത്മനിഷ്ഠ രീതി, ഇതെല്ലാം നിങ്ങളവിടെ പഠിച്ചു വെക്കേണ്ട ഏരിയ ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് മനഃശാസ്ത്രം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഏരിയയിൽ. അപ്പൊ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറക്കരുത് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഇനിയും പഠിക്കാനുള്ള സമയങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയം ഒരിക്കലും മിസ് ചെയ്യരുത്. നമുക്കറിയാം സിലബസ് വളരെ ഹൈ ആയിട്ടുള്ള സിലബസ് ആണ്. ഇപ്പോഴേ പഠിച്ചാലാണ് നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് എക്സാമിന്റെ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്നുകൂടി പറയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.